ദ ബ്രദേഴ്സ് ഓഫ് സൺ നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു അടിപൊളി ആക്ഷൻ കോമഡി ഡ്രാമ സീരീസാണ്. 8 എപ്പിസോഡുകളാണ് ഇതിൻ്റെ സീസൺ 1 ഈച്ച് എപ്പിസോഡും 40-50 മിനിറ്റ്സ് ആണ് റൺ ടൈം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തിരി വലിയ ലെങ്ത് ഉള്ള സീരീസാണ്. പക്ഷേ ഒരു മസ്റ്റ് വാച്ച് ഐറ്റമാണ്. കാരണം ആ ഒരു ലെങ്ത് നമുക്ക് ഫീൽ ചെയ്തില്ല. കാരണം അത്രയ്ക്കുള്ള ആക്ഷൻ സീക്വൻസുകളുണ്ട്. കാരണം ഒരു കോമഡി ആക്ഷൻ സീരീസുകളിൽ കോമഡി കൂടുതലും ആക്ഷൻ കുറവാണ് വരുന്നത്. പക്ഷേ ഇതിനകത്ത് ആക്ഷൻ സീക്വൻസുകളെല്ലാം അതിഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിട്ടാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് ഈ ഒരു സീരീസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. അപ്പോൾ ഈ ഒരു സീരീസ് എന്താണ് കഥ പറഞ്ഞു പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തായ്വാൻ ബേസ് ചെയ്തിട്ടുള്ള സൺ എന്ന് പറയുന്ന ഒരു ഫാമിലി, അവർ വലിയ ഗ്യാങ്സ്റ്റർ ഫാമിലിയാണ്. ഡ്രാഗൺ ജെയ്ഡ് എന്ന് പറയുന്ന വലിയൊരു ട്രയാഡാണ് ഇവരുടെ ഫാമിലി ബിസിനസ്. ഇവർ മണി ലോണ്ടറിങ്, ഡ്രഗ് ബിസിനസ്, അങ്ങനെയുള്ള പ്രോസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ കുറേ ബിസിനസ്സുകൾ നടത്തുന്നു. വലിയ റിച്ച് ഫാമിലി. ബിഗ് സൺ എന്ന് പറയുന്നതാണ് അച്ഛനാണ് ഒരു വലിയ ഗ്യാങ്ങിനെ നയിച്ചുകൊണ്ട് വന്നത്. മകൻ ചാൾസ് സൺ ഒരു വലിയ അസാസിനാണ്, ഭയങ്കര അസാസിനാണ്. ചെയർലെഗ് സൺ എന്നാണ് പറയുന്നത്. നമ്മുടെ ജോൺ വിക്കിനെയൊക്കെ പോലെ തന്നെ പണ്ട് ചെയർലെഗ് കൊണ്ട് ഒരാളെ കൊന്നു, അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത്. അപ്പം അമ്മയും ഒരു അനിയനും ഉണ്ട്. അവർ ലോസ് ഏഞ്ചൽസിലാണ്. ഈ അനിയനെ വളർത്താൻ വേണ്ടിയിട്ട് ഇവർ മാറി താമസിക്കുന്നു. ഈ ഒരു വലിയ ഫാമിലി, അതായത് ഈ ഒരു ഫാമിലി ബിസിനസ് ഒന്നും അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ഈ ഒരു റിസ്ക് എലമെന്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ലോസ് ഏഞ്ചൽസിൽ വളർത്തുന്നു. അങ്ങനെ ഈ ബിഗ് സണ്ണിനെതിരെ ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ് ഉണ്ടാകുമ്പം ബിഗ് സൺ പറയാണ്, ചാൾസിനോട് പറയുന്നു, അമ്മയെ അനിയനെയും സേവ് ചെയ്യണം, അല്ലെങ്കിൽ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ലോസ് ഏഞ്ചൽസിലേക്ക് പോകണം. അവിടെ ചെന്നിട്ട് അമ്മയെ അനിയനെയും പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെ ഏത് ടീമാണ് ഇവർക്കെതിരെ ഇങ്ങനെ ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ് കൊണ്ടുവന്നതെന്ന് അറിയില്ല. ഇവർ സ്ലീപ്പി ഹെഡ് എന്ന് പറയുന്ന ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ ഒരു ടീമിനെയൊക്കെ സംശയിക്കുന്നു. പക്ഷെ ആരാണെന്ന് അറിയാതെ ഈ ചാൾസ് ലോസ് ഏഞ്ചൽസിലേക്ക് പോകുന്നു. അനിയനെ അമ്മയെ കാണാനായിട്ട് പോകുന്നു. അവിടെ അനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയല്ല, അതായത് ലോസ് ഏഞ്ചൽസിൽ വളർന്ന ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ വളരുന്ന ഒരു പയ്യൻ ഡോക്ടറാവാൻ വേണ്ടി MBBS പഠിക്കുന്നു. അപ്പം അത്ര ഭയങ്കര പാവമായിട്ട് വളരുന്ന ഒരു പയ്യൻ. പക്ഷേ ഇവരുടെ ഫാമിലി ബിസിനസ് എന്താണെന്ന് അറിയാതെ വളരെയാണ്. സൂപ്പർ റിച്ച് ആയിട്ടുള്ളൊരു ഫാമിലിയാണ്. അമ്മയ്ക്ക് മാത്രമേ അറിയുള്ളൂ, അമ്മയൊന്നും പറയാതെ വെച്ചാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഈ ബ്രൂസിൻ്റെ, അതായത് അനിയൻ്റെ ലൈഫ് മൊത്തത്തിൽ ഫ്ലിപ്പ് ആവുകയാണ്. കാരണം ചാൾസ് വീട്ടിൽ വന്ന് തൊട്ട് അവിടെ ഒന്നിലധികം കൊലപാതക അറ്റംപ്റ്റുകൾ അങ്ങനെ കുറേ അധികം നടക്കുന്നു. അമ്മയ്ക്ക് ഇതിനെയൊക്കെ കൂളായിട്ട് കാണുന്നു. അപ്പം മൊത്തത്തിൽ ഫ്ലിപ്പായി പോകുന്ന ബ്രൂസിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം ചാൾസ് ഈ ഒരു ഫാമിലി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, ഇത് ആരാണ് ഇവരെ അസോസിനേഷൻ അറ്റംപ്റ്റ് നടത്തുന്നതെന്ന് കണ്ടുപിടിക്കണം. അമ്മ, അതായത് മമ്മ സൺ, നമ്മളുടെ മിഷേൽ യോ ആണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. അവരുടെ ക്യാരക്ടർ നമുക്കറിയാം, ഓസ്കാർ കിട്ടിയ ആക്ട്രസ് ആണ്. എവരിവേർ അറ്റ് ഓൾ അറ്റ് വൺസ് എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക്. അപ്പം അത് ആ ഒരു ക്യാരക്ടർ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ചാൾസിൻ്റെ ക്യാരക്ടറും അടിപൊളി ഫൈറ്റ്, അടിപൊളി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബോഡിയാണ്. ഇപ്പം ചൈനീസ് ഫൈറ്റ് മാർഷൽ ആർട്സ് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. അടിപൊളി ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സീരീസിനകത്തുള്ളത്. അങ്ങനെ ഇവർ ഈ ഒരു പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്ത് പോകുന്നുണ്ട്. എങ്ങനെയാണ് ആരാണ് ഇവരെ അസസിനേഷൻ ശ്രമിക്കുന്നതെന്നൊക്കെ കണ്ടുപിടിക്കുന്നതിനിടയ്ക്കുള്ള ബ്രൂസിൻ്റെ മണ്ടത്തരങ്ങൾ, ബ്രൂസിൻ്റെ ഫ്രണ്ടിൻ്റെ മണ്ടത്തരങ്ങൾ. അതാണ് ഈ ബ്രൂസിൻ്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ അവിടെ ഭയങ്കര കോമഡി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ചാൾസ് ഭയങ്കര ടഫായിട്ടുള്ള അസാസിനാണ്. ഭയങ്കര തായ്വാനിലെ, അല്ലെങ്കിൽ മൊത്തത്തിൽ ലോകം മൊത്തം അറിയുന്ന ഒരു വലിയ അസാസിനാണ് ചെയർലെഗ് സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അത്രയും വലിയൊരു ക്യാരക്ടർ, ടഫായിട്ടുള്ള ഒരാൾ. ഇതിനിടയ്ക്കൊരു DA, പണ്ട് അലക്സി എന്ന് പറയുന്ന പണ്ട് ഇവരുടെ കൂടെ കളിച്ച് വളർന്ന പെൺകുട്ടി DA ആണ്. അങ്ങനെ കുറേ ട്വിസ്റ്റഡായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പോകുന്നു. ഇവർ ഇത് സോർട്ട് ഔട്ട് ചെയ്യുന്നു, ഈ പ്രശ്നങ്ങളെല്ലാം സോർട്ട് ഔട്ട് ചെയ്യുന്നു. വലിയ ഗ്യാങ് വാർ ആവുന്നു. അത് മൊത്തത്തിലൊരു വലിയൊരു ഗ്യാങ് വാർ ലോസ് ഏഞ്ചൽസ് വരുന്നു. ഇതിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടുന്നു, ഇവരുടെ ഫാമിലി എങ്ങനെ ആയിത്തീരും. ബ്രൂസിന് ഒരു നോർമൽ ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ, മമ്മ സണ്ണിന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു പോറെല്ലാം വേണമെന്നൊക്കെ ഒരു സിറ്റുവേഷനിലേക്കൊക്കെ വരുന്നു. അപ്പം ചാൾസിനെയൊക്കെ എങ്ങനെ ഡീൽ ചെയ്യുന്നു, അവസാനം ഇതെങ്ങനെ ഇത് സോൾവ് ചെയ്ത് സോർട്ട് ഔട്ട് ചെയ്യുന്നു എന്നൊക്കെയാണ് ഈ ഒരു സീരീസ് പറഞ്ഞു പോകുന്നത്. പിന്നെ അതിന് ഏറ്റവും സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സൂപ്പറാണ്. പിന്നെ ഈവൻ ആ ഒരു ഇൻട്രൊഡക്ഷൻ വരെ അടിപൊളി വെറൈറ്റി ആയിട്ടാണ്. നമ്മളെ ഒരു മൊത്തത്തിലൊരു തായ്വാൻ സിനിമ കാണുന്ന, അല്ലെങ്കിൽ ചൈനീസ് സിനിമ കാണുന്ന ഫീലാണ് ഈ ഒരു സീരീസ് കാണുമ്പം നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ആദ്യം ഞാൻ വിചാരിച്ചതൊരു ചൈനീസ് ലാംഗ്വേജിലുള്ള സീരീസ് ആയിരിക്കും. പക്ഷേ അല്ല, ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് ഈ സീരീസ് വരുന്നത്. ചില ചൈനീസ് അല്ലെങ്കിൽ തായ്വാൻ ലാംഗ്വേജ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ സബ്ടൈറ്റിൽ ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ലാതെ പോകുന്നതാണ്. പക്ഷേ ഇതിൻ്റെ പ്രസൻറ്റേഷൻ മൊത്തത്തിൽ അടിപൊളിയാണ്. 8 എപ്പിസോഡും അടിപൊളിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ആ ഒരു ചാൾസ് സണ്ണിൻ്റെ ക്യാരക്ടർ ചെയ്തതിന് ജസ്റ്റിൻ യോ അങ്ങനെ എന്തോആണ് പേര്, കിഡിലെ അഭിനയം, ഭയങ്കര ടഫ് ഗൈ ആയിട്ടുള്ള ഒരു അസസിൻ എങ്ങനെ ബിഹേവ് ചെയ്യണോ അങ്ങനെ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു സീരീസ് നോക്കുകയാണെങ്കിൽ ഒരു 10 ഒരു 8 ഒക്കെ റേറ്റിംഗ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഉണ്ട്. ഓൾറെഡി ഇതിന് 7.7 എന്തോ റേറ്റിംഗ് ഉണ്ട് ഞാൻ കാണുന്ന സമയത്ത്. പക്ഷെ അല്ല, റേറ്റിംഗ് കൊടുക്കാനുള്ള ഒരു സാധനമുണ്ട്. കാരണം 8 എപ്പിസോഡ് നമ്മൾ ബിഞ്ച് വാച്ച് ചെയ്ത് കാണാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു സീരീസാണ്. അത്ര അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. നമുക്ക് എന്താണ് അടുത്ത് നടക്കുന്നത്, ഇവരെങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യുന്നത് കാണാനായിട്ട്
ഈ ബ്രൂസിന്റെ മണ്ടത്തരങ്ങൾ കാരണം കുറെ പ്രശ്നങ്ങൾ ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നുള്ളത്. ചാൾസും അമ്മയും കൂടെ ഇത് സോൾവ് ചെയ്യാൻ പോകുന്നു, ഇതിനിടയ്ക്കൂടെ ബ്രൂസ് മണ്ടത്തരങ്ങൾ കാണിക്കുന്നു, അങ്ങനെ 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 പോകുന്ന ഒരു അടിപൊളി സീരീസ് ആണ്. എന്തായാലും ഒരു മസ്റ്റ് വാച്ച്, നെറ്റ്ഫ്ലിക്സിന്റെ ഒരു മസ്റ്റ് വാച്ച് സീരീസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു അടിപൊളി സീരീസ് ആണ് ബ്രദേഴ്സ് ഓഫ് സൺ.